ഹേ ഗൈസ് വെൽക്കം വി ആർ ബ്ലോഗിനെ കുറിച്ച് എല്ലാം ഒരു സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണ ഒരു നമ്മുടെ റൂമിൽ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആകാമെന്ന് വെച്ചിട്ടാണ്. നമ്മളെ കഴിഞ്ഞ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസ് എന്തെങ്കിലും നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് പഴയ വീട്ടിലാണ്. നമ്മളിപ്പോൾ പുതിയ വീഡിയോ വെച്ചപ്പോൾ ഇതിനകത്ത് സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത് നോക്കണ്ട, ചെറുതായിട്ടൊന്നും തുടങ്ങിയതാണ്. അപ്പോൾ ഗൈസ് നമ്മളത് ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തത്, അല്ല ഇൻട്രോ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ റൂം, അച്ഛൻ്റെ അമ്മയുടെ റൂം, ഇതെൻ്റെ റൂം. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ കിടക്കുന്നു ഞാൻ. ഇവിടെ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കസേര, ഒരു ടേബിള്, ബാക്കിലൊരു കർട്ടൻ, ആ ബ്ലൂ കർട്ടൻ കുഴപ്പമില്ല, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലൈറ്റിൻ്റെ വർക്ക് ചെയ്യണം. പിന്നെ ചെയർ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ മൊത്തം അലങ്കോലമാണ്, അതാണ് ഒരു വിഷയം കേട്ടോ. അപ്പോൾ വീഡിയോ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ചെറിയൊരു റൂമിൽ നമുക്ക് പ്രൈവസിയോടെ നമുക്ക് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട്. എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വീട്ടിലത്തെ ആൾക്കാർ സൗണ്ട് ഉണ്ടാവും, അത് സ്വാഭാവികം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇതേ പുതിയ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമുക്ക് നേരെ വീഡിയോ ഇട്ടല്ലോ. ഓക്കെ, നമ്മൾ എവിടെയാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സാധനങ്ങൾ കുറച്ച് മാറ്റാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളിൽ ബാഗ്, വീട്ടിൽ പ്രസൻറ്റേഷൻ കിട്ടിയ ഒരു മിക്സി, പിന്നെ ചെയർ, അതിനകത്ത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ്, അങ്ങനെ കുറച്ച് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം മാറ്റി നല്ല ടേബിളിൽ നല്ല തുണികൾ വിരിച്ച് ഈ കസേര നമ്മൾ ബാക്കിൽ വെച്ചു, കറക്റ്റ് നല്ലോണം വൃത്തിയാക്കി, പിന്നെ ലൈറ്റ് വർക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ മുമ്പിൽ നിന്നൊരു ലൈറ്റ്, അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും വയ്ക്കണോ എന്നൊരു ഡൗട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾ പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. ഗൈസ്, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് ഒരു ഉന്മേഷം കിട്ടി നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അന്നത്തെ പരിപാടി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും മാറ്റണം, അത് വേറെ കാര്യം. ഇത് ഞാൻ എവിടെ കൊണ്ടുപോയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ദിയാമ്പൂരൊക്കെ കൊണ്ടുപോയിക്കും. അതാണ് അവിടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ അവിടെ അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് തൽക്കാലത്തേക്ക് ആ ബോക്സും ആ പെട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാമെന്ന്, കട്ടിൽ മേലെ വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ട്രൈപോഡ്, ഫോൺ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാമറ ഇപ്പോൾ എവിടെയെങ്കിലും വെക്കട്ടെ കേസ്. അപ്പോൾ എന്നാലേ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ പോയാലോ. ഓക്കെ, അപ്പോൾ ക്യാമറ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കുറച്ച് ഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ് കൊണ്ടുവയ്ക്കട്ടെ കേസ്. അപ്പോൾ നമ്മൾ ഇത്തരം ഇടാം ഡ്രസ്സ്, അല്ലെങ്കിൽ പിന്നെ ചുട്ടിട്ടുണ്ട്. ഇതാ
അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ടേബിളിൽ നമ്മളിപ്പോൾ ഒരു തുണി കാര്യങ്ങളൊക്കെ വിരിക്കും. പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്തെങ്കിലും ലൈറ്റ് കാര്യങ്ങൾ വെക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഫേസിലേക്ക് ലൈറ്റ് വെക്കണം. അത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ടേബിളിൽ നമുക്ക് തുണി വിരിക്കാം. ഇവിടെ നിന്നാണെങ്കിൽ തുണി നമുക്ക് ഉറപ്പിക്കണം. അപ്പോൾ അതിനുള്ള അടുത്ത പരിപാടി നമുക്ക് നടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു റെഡ് തുണിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് വിരിക്കാം. അത് ഉള്ളിലേക്ക് നമുക്ക് അടുത്ത് നമുക്ക് വേറെ വിരിക്കാം. തൽക്കാലത്തേക്ക് ഇത് വിരിക്കട്ടെ. ഈ രണ്ടായിട്ട് വെക്കണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചെയ്യണമോ ഡോക്ടർ ഞാൻ വെച്ചാൽ ഗൈസ്, നമ്മുടെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുണ്ടാണ്. അത് വേറെ കാര്യം നോക്കണ്ട. തൽക്കാലത്തേക്ക് ഇപ്പോൾ വെച്ചാണ്. അപ്പോൾ വേറെ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇനിയുള്ള ടെക്നീക്സ്. അപ്പോൾ ഇനി ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ലൈറ്റ് വയ്ക്കണം. പിന്നെ സീറ്റ് കുഴപ്പമില്ല. ഇനി നമ്മൾ ട്രൈപോഡ് വെച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിനി സീറ്റിംഗ് പൊസിഷൻ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ. നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കുന്നു. ഫേസിന് ലൈറ്റ്, ബാഗിൻ്റെ ചെറിയൊരു എന്തെങ്കിലും കളർ ലൈറ്റ്. അപ്പോൾ അവിടെ ക്യാമറ ഇവിടെ നമ്മൾ എടുക്കുന്നു. പിന്നെ എന്താ ഒരു എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ തുറന്നിട്ടില്ല ഗൈസ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ലല്ലോ. നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇപ്പോൾ ബ്ലൂ ആണ് നമുക്ക് വെച്ചേക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഡെക്കറേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതേപോലെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പൊസിഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ഡെക്കറേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, പോയാം. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ ഒരു ചെടിച്ചട്ടിയും അതിൻ്റെ എന്തെങ്കിലും സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ്, അത് നോക്കണ്ട, നമ്മൾ അവിടെ നിന്ന് ബാൽക്കണിയെ കുറിച്ച് പെറുക്കിക്കൊണ്ടുവന്നാണ്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ മാല ബൾബ് പോലത്തെ ഒരു ലൈറ്റും പിന്നെ ഈ ഒരു ലൈറ്റില്ല ഗൈസ്, ഇതിപ്പോൾ ഒരു ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാം ലൈറ്റാണ്. 3 മോഡുണ്ട്. പിന്നെ ഒരു നെർഫ് ഗൺ, ഞാൻ പണ്ട് വാങ്ങിച്ച നെർഫ് ഗണ്ണിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ ഇതല്ല ഞാൻ വെക്കാൻ പോയത്. ഒരു നിയോൺ ലൈറ്റിൻ്റെ ആണ് വെക്കാൻ പോയത്. പക്ഷേ അതിൻ്റെ വയറ് കാര്യങ്ങൾ വിട്ടുപോയി. അപ്പോൾ അത് വെച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം വെച്ച് അപ്പോൾ നമുക്ക് കത്തിച്ച് കാണിച്ചാൽ കേട്ടോ. ഇതാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. പിന്നെ ഇതും വാം ലൈറ്റാണ് കണ്ടോ, കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇത് വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് സെറ്റ് ആയിട്ടില്ല. അത് നമ്മൾ എന്തെങ്കിലും നമുക്ക് ചെയ്യണം. ഓക്കെ, അയ്യോ ലൈറ്റ് ഓഫ് ആയിപ്പോയി, ഫാൻ ഇടാൻ പോയി. അപ്പോൾ അതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വച്ചാലോ. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു എന്തെങ്കിലും ഫാഷനായിട്ട് വെച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്.
ഉള്ളൊരു റെഡ് ലൈറ്റ് നമ്മൾ കാര്യങ്ങൾ വെച്ചത് കുഴപ്പമില്ലല്ലേ, ബ്ലൂവിൽ നമ്മൾ റെഡ് വന്നപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത് ഞാൻ മാറ്റും. അപ്പോൾ ഇനി ആ വാം ലൈറ്റ് ചെറിയ എന്തെങ്കിലും വയ്ക്കണം, അപ്പോൾ അത് കൂടി വെച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ലൈറ്റ് മറ്റേ വാം ലൈറ്റും നമ്മുടെ റെഡ് ലൈറ്റിൻ്റെ പണി കാര്യങ്ങളൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലുക്ക്. ജസ്റ്റ് വരച്ചതാണ് വാം ലൈറ്റ്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ മാറ്റിക്കോളാം. അപ്പോൾ ഇനി ടേബിളിലത്തെ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യണം, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് റെഡി ആക്കണം. പിന്നെ ഈ ലെനഫിൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് അവിടെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വയ്ക്കണം കേട്ടോ ഗൈസ്. അതാണ് അടുത്ത പണി. നമുക്ക് ഇതിന് നേരെ അതിന് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തൽക്കാലത്തേക്കാണ് നമ്മൾ വച്ചേക്കുന്നത്. അപ്പോൾ ഒരു വേറൊന്നുമില്ല, ഒരു ടേബിള്, കസേര, ഒരു ഒരു തുണി, പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ചെറിയൊരു കപ്പ്, അത് നമുക്ക് താഴെ കിട്ടിയാണ്. പിന്നെ ചെറിയൊരു ഇതാണ് നമുക്കൊരു കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ, പക്ഷേ ആകെയുള്ള ഇനി കിട്ടാനുള്ളത് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കേണ്ടത്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ വാങ്ങണം. അല്ലെങ്കിൽ അതിൻ്റെ മാത്രമേ കുറവുള്ളൂ. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നെർഫിൻ്റെ കണ്ട് ജസ്റ്റ് വെച്ചതാണ്. പിന്നെ വാംലൈറ്റ്, പിന്നെ ഇത് ഉണ്ടല്ലോ, ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പോൾ മാറ്റും. ചുമ്മാ എന്തെങ്കിലും ഭംഗി ഉണ്ടോയെന്ന് നോക്കി വെച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ രസമില്ല, അപ്പോൾ നമ്മളിപ്പോൾ മാറ്റും. അപ്പോൾ ഇതാണ്. പിന്നെ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയൊരു കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചുമ്മാ ജസ്റ്റ് അന്ന് ലാസ്റ്റ് ഞാൻ മഴയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചുവപ്പ് ബട്ടൺ വൈറ്റ് ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇത്ര വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.